നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി 1-2 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാളയൊക്കെ വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വന്നപ്പം പെരുംജീരകം ഒരു 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് ഈ ഒന്ന് അരച്ച് കൊണ്ടുവരാം. നമ്മൾ എടുത്തു വെച്ച അരപ്പൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 3/4 സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. നമുക്ക് മസാല ഏതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് മാത്രം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രീൻ പീസും അതെല്ലാം ഒന്ന് മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേദിവസം കുതിർത്തെടുത്ത അരി അരച്ചതാണ്. അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരപ്പമാണ്. അതിന് നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീൻ പീസ് കറി. അപ്പോൾ അപ്പത്തിനൊപ്പം ദോശയുടെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഗ്രീൻ പീസ് കറി. നല്ല രുചിയാണ്. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് മാവ് കോരി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഗ്രീൻ പീസ് കറി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഗ്രീൻ പീസ് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ.